നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയർ ഏപ്രിൽ 2024 ആണ്. അതിൽ നമ്മൾ സെക്ഷൻ എ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് 1 മുതൽ 12 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബി ആണ്, അഥവാ 13th ക്വസ്റ്റ്യൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയ 13th ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് 13th ക്വസ്റ്റ്യൻ? സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0. ഇവിടെ നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് അല്ലെ, ആ തന്ന ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ എടുത്ത് എഴുതി. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0 എന്ന രീതിയിലേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്തു, ഈ ഡി എക്സിനെ ഈക്വൽസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എന്താവും ഇവിടെ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു എന്തായി? മൈനസ്, ഇവിടെ പ്ലസ് ആണ് കിടക്കുന്നത്, അപ്പൊ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആയി. ഞാൻ എന്ത് ചെയ്തു, ഡി വൈനെ അവിടെ നിർത്തി, ഈ ഡി എക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ എന്താവും? മൾട്ടിപ്ലിക്കേഷനിലെ ഡിവിഷൻ ആയി മാറും. ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇതിന് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അവിടെ എന്താവും? ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ മാറി. ഇനി അപ്പൊ നമുക്കിത് എങ്ങോട്ടായാലും മാറ്റാനും ഇതെന്ത് ആയി വരുന്നില്ല, സെപ്പറബിൾ ഇക്വേഷനിലേക്ക് വരുന്നില്ല. അപ്പൊ ഇത് ഏത് മോഡലാണ്? റെഡ്യൂസിബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റേണ്ടി വരും, അഥവാ ഒന്ന് റെഡ്യൂസ് ചെയ്യണം, ചെറുതാക്കി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ഇത് കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അല്ലെ, വൈക്ക് എന്ത് കൊടുക്കാൻ പോവാണ്? ഒരു വി എക്സ് കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന ഫോമിലേക്ക് വന്നു. അത് നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്തായി മാറി? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ, വൈന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? വി എക്സ് അല്ലെ, വി എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു വി എക്സ്. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന രീതിയിലേക്ക് വരും. ഡിവൈഡഡ് ബൈ എന്തായി? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. അപ്പോൾ വി എക്സ് സ്ക്വയർ എന്ന രീതിയിലേക്ക് വന്നു. ഇവിടെ നോക്കാം, മുകളിലും എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ ആരാ ഔട്ട് സൈഡ് എടുത്താ? മുകളിലും താഴെയും ഒരു എക്സ് സ്ക്വയറിന് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം, അതായത് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്താ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, എക്സ് സ്ക്വയർ ഇവിടെ എന്തായി? 1 പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ, താഴെയും ഞാൻ എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്തുണ്ട്? 1 മൈനസ് വി എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ ഈ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയർ എന്തായി? ക്യാൻസൽ. അപ്പൊ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി എന്ന രീതിയിലേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്യാണ്? ഈ വിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ എന്താവും? എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു, മൈനസ് അവിടെ ഉണ്ട്, 1 പ്ലസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് വി, മൈനസ് ഓഫ് ഈ മൈനസ് അങ്ങോട്ട് പോകും. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിനെ ത്രൂ ഔട്ട് ഒന്ന് മൾട്ടിപ്ലൈ. അപ്പൊ എന്താവും? മൈനസ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി മൈനസ് വി. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? ഈ പ്ലസ് വി ഇങ്ങോട്ട് വന്നു, മൈനസ് വി. ഇപ്പൊ ഇവിടെ ഒരു മൈനസ് ഇങ്ങോട്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു, കാരണം ഈ മൈനസ് ഇതിനും ബാധകമാണ്, ഇതിനും ബാധകമാണ് അല്ലെ, ബ്രാക്കറ്റിൽ കടന്നതായിരുന്നു. നമ്മൾ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാമായിരുന്നു അല്ലെ, വേണമെങ്കിൽ ഇങ്ങനെയും ചേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മൾ ലാസ്റ്റ് വെച്ച് ചെയ്തു എന്നുള്ളൂ. അപ്പൊ മൈനസ് 1 മൈനസ് വി സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ എന്താവും? മൈനസ് 1 വി സ്ക്വയർ അല്ലെ, 1 ഇൻറ്റു മൈനസ്, അപ്പൊ മൈനസ് വി, വി മൈനസ് വി ഇൻറ്റു വി, അപ്പൊ പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി. അപ്പൊ പ്ലസ് വി സ്ക്വയറും മൈനസ് വി സ്ക്വയറും ക്യാൻസൽ ആയി, മൈനസ് 1 മൈനസ് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ എന്ത് കിട്ടി? എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ കോമൺ ആയിട്ട് ഒരു മൈനസിന് ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ 1 പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി.
ഇവിടെ വി ടേം ഇവിടെയാണ് അല്ലെ. അപ്പോ ഈ ടേമിന് മൊത്തം അങ്ങോട്ട് കൊണ്ടുപോവുക, ഈ എക്സ് ടേമിന് മൊത്തം അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്ത് കിട്ടും? വേണമെങ്കിൽ ഒന്നുകൂടി എഴുതാം. എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി എന്ന രീതിയിലേക്ക് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താവും? 1 മൈനസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി അല്ലെ, ഡി വി ഈക്വൽ ടു ഡി എക്സ് അങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു ഡി എക്സ് മൾട്ടിപ്ലിക്കേഷൻ എക്സിന് അങ്ങോട്ട് പോകുമ്പോൾ 1 ബൈ എക്സ് എന്ന രീതിയിലേക്ക് വന്നു. ഈ 1 മൈനസ് വിന് ഞാൻ ഒരു ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. 2 മൈനസ് ഓഫ് 1 പ്ലസ് വി ആക്കി. എങ്ങനെയാണ്? 1 മൈനസ് വിനെ 2 മൈനസ് 1 പ്ലസ് വി എന്ന രീതിയിലേക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി. മൈനസ് 1 മൈനസ് അല്ലെ, എന്തായി? മൈനസ് 1 ഇവിടെ എന്താവും? മൈനസ് വി ആവും. അപ്പൊ എന്താ ഇവിടെ ഉത്തരം കിട്ടുക? 1 മൈനസ് വി. അപ്പൊ ഇത് തന്നെയാണ് ആൻസർ വരിക അല്ലെ, സെയിം ആണ് കിട്ടുക. അപ്പൊ 2 കൊടുത്തു, ഒരു മൈനസ് പുറത്തൊക്കെ ഇട്ട് ചെയ്തു എന്നുള്ളൂ. ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ഡി വി. ഇന്റഗ്രേഷന്റെ എളുപ്പമാർഗത്തിന് വേണ്ടിയാണ് ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ചത്. ഇതിന് സ്പ്ലിറ്റേഷൻ നടത്തി. 2 ബൈ 1 പ്ലസ് വി മൈനസ് ഓഫ് 1 പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ഇൻറ്റു ഡി വി ഈക്വൽ ടു 1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ എന്താ ഇവിടെ? 2 ബൈ 1 പ്ലസ് വി മൈനസ് 1 ഇൻറ്റു ഡി വി ഈക്വൽ ടു 1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഒരു സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ 2 ബൈ 1 പ്ലസ് വി മൈനസ് 1 ഇൻറ്റു ഡി വി ഈക്വൽ ടു 1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സ്. എന്ത് ചെയ്യാ? ഇന്റഗ്രേഷൻ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ 2 കോൺസ്റ്റന്റ് അത് ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ എന്തായി? ഡി വി ബൈ 1 പ്ലസ് വി മൈനസ് ഡി വി ഈക്വൽ ടു ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ്. അല്ലെ, ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ഇടാൻ മറന്നുപോയി. അപ്പൊ ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് ആയി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ലോഗ് 1 പ്ലസ് വി ആണ്. മൈനസ് വി ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന രീതിയിലേക്ക് വന്നു അല്ലെ. അപ്പൊ 2 ലോഗ് 1 പ്ലസ് വി മൈനസ് വി ഇന്റഗ്രൽ ലോഗ് എക്സ് അല്ലെ. നമുക്ക് ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ടായിരുന്നു അല്ലെ, ഇവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ മുതൽ ഒരു മൈനസ്, ഇവിടെ മൈനസ് അവിടെ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒക്കെ എന്തുണ്ട്? നമുക്കൊരു മൈനസ് മിസ്സിംഗ് ഉണ്ട്. അപ്പൊ മൈനസ് ഇട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? നമ്മള് ഇന്റഗ്രേഷൻ വാല്യൂ ഒക്കെ കണ്ടെത്തി. ഇനി എന്ത് ചെയ്യാം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കണം. നമ്മൾ എന്ത് കൊടുത്തിരുന്നു അല്ലെ? y ഈക്വൽ ടു വി എക്സ് കൊടുത്തിരുന്നു. ഈ തിരിച്ചു കൊടുക്കണ്ടേ? v എന്ന് പറഞ്ഞാൽ y ബൈ എക്സ് ആണ്. അപ്പൊ എങ്ങനെ വരും? 2 ഇൻറ്റു ലോഗ് 1 പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ ബൈ എക്സ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് പ്ലസ് സി. ഇനി 2 ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യുക? ക്രോസ് ആയി ഗുണിക്കും. അപ്പൊ എന്താവും? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ബൈ എക്സ് മൈനസ് ലോഗ് എക്സ് പ്ലസ്, ഇവിടെ ഞാൻ മോഡ് ഇട്ടു എന്നുള്ളൂ. നമുക്കറിയാം ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് എഴുതാം. എങ്ങനെയാണ് എഴുതാം? ലോഗ് അല്ലെ എക്സ് പ്ലസ് വൈ മൈനസ് എന്ത് പറയാം? ലോഗ് എ അല്ലെ. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പൊ ഇവിടെ ഈ 2 കൂടി ഉണ്ടായത് കൊണ്ട് ഇവിടെ എന്താ? മൈനസ് 2 ലോഗ് എക്സ് മൈനസ് 1 ബൈ എക്സ് വൈ ബൈ എക്സ് മൈനസ് ലോഗ് എക്സ് പ്ലസ് സി ആണ്. എന്ത് ചെയ്യാ? ഈ ലോഗ് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ അല്ലെ മൈനസ് 2 ലോഗ് എക്സ് പ്ലസ് എന്തായി? ലോഗ് എക്സ് മൈനസ് വൈ ബൈ എക്സ് ഈക്വൽ ടു സി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് ലോഗ് എക്സ് മൈനസ് വൈ ബൈ എക്സ് ഈക്വൽ ടു സി എന്ന രീതിയിലേക്ക് ഇതിന്റെ എന്ത് വന്നു? സൊല്യൂഷൻ ആയി വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? വൈക്ക് വി എക്സ് എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടെത്തിയത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 14th ക്വസ്റ്റ്യൻ. എന്താണ് 14th ക്വസ്റ്റ്യൻ? സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം dy by dx equal to cos of x plus y, y of 0 equal to pi by 4. അപ്പൊ തന്നിട്ട് എന്താണ്? നമുക്ക് dy by dx ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്.
എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഇതിന് വൈ എക്സ് പ്ലസ് വൈ അകത്താണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് പ്ലസ് വൈക്ക് നമ്മൾ എന്ത് കൊടുത്തു, ഞാൻ വി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പൊ പുട്ട് അല്ലെ, അപ്പൊ എങ്ങനെ പറയാം, പുട്ട് അല്ലെ വി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡി വി ബൈ ഡി അല്ലെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പൊ എന്താവും, ഡി വി ബൈ ഡി എക്സ് മൈനസ് 1. അത് നേരെ ഇതിലേക്ക് ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയത്, ക്വസ്റ്റ്യനിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്താണ്, ഡി വി ബൈ ഡി എക്സ് മൈനസ് 1. കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ വി ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്തു ഞാന് അല്ലെ, ഈ 1 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എന്തായി, 1 പ്ലസ് മൈനസ് അങ്ങോട്ട് പോകുമ്പോ പ്ലസ് ആയി. ഇനി ഈ എക്സിന് അങ്ങോട്ട് പോവുക, ഇത് ഇങ്ങോട്ട് കൊണ്ടുപോവുക, കാരണം സെപ്പറബിൾ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ 1 പ്ലസ് കോസ് വി ഈക്വൽ ടു ഡി എക്സ്. അപ്പൊ ഇത് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഡി വി ബൈ 1 പ്ലസ് കോസ് വി ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ്. നമുക്കറിയാം 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. അപ്പൊ ഇവിടെ മാറ്റി എഴുതിക്കൂടെ, ഇന്റഗ്രൽ ഡി വി ബൈ 2 ഇൻറ്റു കോസ് സ്ക്വയർ വി ബൈ 2i ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഞാൻ ഈ 1/2 ഔട്ട് സൈഡ് എടുത്തു, ഇന്റഗ്രൽ അല്ലെ 1 എന്തായി, കോസ് സ്ക്വയർ വി ബൈ 2 ഡി വി ആയി, എക്സ് അല്ലെ ഇൻറ്റു ഡി എക്സ് ആയി മാറി. ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയുന്നുള്ളൂ. നമുക്കറിയാം 1 കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീക്ക് ആണ്. അപ്പൊ എന്തായി, ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ വി ബൈ 2 ഡി വി ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് ആയി. അപ്പോ ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ എക്സ് ആണ്. ഇവിടെ അല്ലേ, ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. അപ്പൊ 1/2 ഇൻറ്റു സീക്ക് സ്ക്വയർ ഇന്റഗ്രേഷൻ ടാൻ ആണ്, ടാൻ വി ബൈ 2 കഴിഞ്ഞാൽ ഇതിന്റെ ചെയ്യുമ്പോൾ എന്താവും അല്ലെ, 2 കൂടി ഇവിടെ മുകളിൽ കയറി വരും, ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി, ടാൻ വി ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് സി. വി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നു, എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു അല്ലെ എക്സ് പ്ലസ് സി ആയി മാറി. നമുക്ക് തന്നിട്ടുണ്ട് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y of 0 ഈക്വൽ ടു π/4 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ 0ഉം y എന്ന് പറഞ്ഞാൽ π/4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ നിർത്തിയത് എന്തായിരുന്നു, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് സി. എക്സിന്റെ സ്ഥാനത്ത് 0, വൈന്റെ സ്ഥാനത്ത് ആര് കൊടുക്കുക, π/4 കൊടുക്കുക, 0 പ്ലസ് സി. അപ്പൊ ടാൻ π/4/2 ഈക്വൽ ടു സി. അപ്പൊ സി എന്ന് പറഞ്ഞെന്തായി, ടാൻ π/8. അപ്പൊ therefore എന്താണ്, ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായി, y അല്ലെങ്കിൽ പർട്ടിക്കുലർ, അപ്പൊ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടെത്തി, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തായി മാറി നമുക്ക് അല്ലെ, ടാൻ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു പ്ലസ് സി ആണ്. സിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്, ടാൻ π/8 ആണ്. അപ്പൊ ഓർക്കുക നമ്മൾ ചെയ്ത സ്റ്റെപ്പുകള് അല്ലെ, ആദ്യം എക്സ് പ്ലസ് വൈക്ക് ഞാൻ വി എന്ന് പേര് കൊടുത്തു, എന്നിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചു. അപ്പൊ എന്ത് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി. അപ്പൊ എന്ത് കിട്ടി, ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 1 പ്ലസ് കോസ് വി ആണ്. നമുക്ക് അതിന് ഇക്വേഷൻ അറിയാം, 2 കോസ് സ്ക്വയർ വി ബൈ 2 ആണ്. ഈ 1/2 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്തായി, 1 കോസ് സ്ക്വയർ വി ബൈ 2 സിക്സ് സ്ക്വയർ ആണ് വരിക. ഇതിനെ സിക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടാൻ ആണ്, പിന്നെ വി ബൈ 2 ആ 2 ബൈ/2 ആകുമ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി, ടാൻ വി ബൈ 2 ആയി, എക്സ് പ്ലസ് സി ആയി. വിക്ക് നമുക്ക് റീപ്ലേസ് ചെയ്തിരുന്നു എക്സ് പ്ലസ് വൈ, അത് അപ്ലൈ ചെയ്തു. അപ്പോൾ ജനറൽ സൊല്യൂഷൻ കൈ കിട്ടി. ഇനി നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പൊ y ഓഫ് 0 ഈക്വൽ ടു π/4 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 0ഉം വൈന്റെ വാല്യൂ π/4 ആണ്. അത് എവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു,
അല്ലെ വാല്യൂ ഈ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് സിക്ക്. അപ്പൊ വാല്യൂ ടാൻ പൈ ബൈ 8 ആണ് സി. അപ്പൊ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് സിന്റെ വാല്യൂ ടാൻ പൈ ബൈ 8 ആണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ? അടുത്ത 15th ക്വസ്റ്റ്യൻ. എന്താണ് 15th ക്വസ്റ്റ്യൻ? സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് മൈനസ് 3y ഈക്വൽ ടു 5x മൈനസ് 5 പ്ലസ് 6x e റൈസ് ടു 2x ആണ്. അപ്പോൾ നമ്മളിത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എന്താണ്? നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സൊല്യൂഷൻ ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ തന്നതിന് നമുക്കറിയാം നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ആദ്യം ഹോമോജീനിയസ് ഇക്വേഷന്റെ എന്താണ് എടുക്കണം? ജനറൽ സൊല്യൂഷൻ. പിന്നെ പർട്ടിക്കുലർ സൊല്യൂഷന്റെയും ജനറൽ സൊല്യൂഷൻ കണ്ടതിന് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ എത്തിക്കാറുള്ളത്. അപ്പൊ ആദ്യം ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് എഴുതുന്നത്. ഹോമോജീനിയസ് ഇക്വേഷൻ അതാണ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് മൈനസ് 3y ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ m സ്ക്വയർ മൈനസ് 2m മൈനസ് 3 ഈക്വൽ ടു 0. ആഡ് ചെയ്താൽ 2ഉം മൾട്ടിപ്പിൾ ചെയ്താൽ 3 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എന്നാണ് മൈനസ് 3 അല്ലെ 1ഉം കൂടിയാണ് വരുന്നത് ഈക്വൽ ടു 0. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 3 കിട്ടും. അപ്പൊ m ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ മൈനസ് 1,3 എന്ന് പറഞ്ഞാൽ m1 ഈക്വൽ ടു മൈനസ് 1, m2 ഈക്വൽ ടു 3 ആണ്. അതുകൊണ്ട് എന്ത് പറയാം? ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു അല്ലെ ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x. അപ്പോൾ ഈക്വൽ ടു c1 പ്ലസ് e റൈസ് ടു മൈനസ് എക്സ് പ്ലസ് c2 ഇൻറ്റു e റൈസ് ടു 3x. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ജനറൽ സൊല്യൂഷൻ കൈ കിട്ടി. നമ്മൾ കാണാൻ പറഞ്ഞത് ഈ പർട്ടിക്കുലർ സൊല്യൂഷനാണ്. അപ്പൊ ഞാൻ ആ തന്ന ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാൻ 2y ഡാഷ് മൈനസ് 3y ഈക്വൽ ടു 4x മൈനസ് 5x പ്ലസ് 6x e റൈസ് ടു 2x. അപ്പൊ ഇത്രയും വരുന്ന ഭാഗത്തിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഇവിടെ yp എന്ന പേര് കൊടുക്കുകയാണ്. yp ഈക്വൽ ടു ദാറ്റ് ഈസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലെ, ഇങ്ങനെ വരും മൈനസ് 5x പ്ലസ് 6x e റൈസ് ടു 2x. ഇനി നമുക്കറിയാം ഇതല്ല, നമുക്ക് yp എന്നതിനെ ജനറൽ ആയിട്ട് ഒന്ന് ഫോം എഴുതാറുണ്ട് അല്ലെ. വേണം ഇതിനെ g of x ഒക്കെ ആക്കി എഴുതാറുണ്ട്. ചില ബുക്കിലൊക്കെ ഇങ്ങനെ g of x ആക്കി എഴുതാറുണ്ട്. ചില ബുക്കിൽ yp എന്നാക്കിയും എഴുതാറുണ്ട്. അപ്പൊ ഇതിനെ yp അറിയുമ്പോൾ ഇത്രയും വരുന്നത് ഇവിടെ 5x ഉള്ളൂ, 5x ഇല്ല. ക്വസ്റ്റ്യനിൽ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ x മാത്രമേ ഉള്ളൂ. അപ്പൊ 4x മൈനസ് 5 അഥവാ ഒരു ലീനിയർ ഇക്വേഷൻ ആകുമ്പോൾ അതിനെ yp ലേക്ക് മാറ്റുമ്പോൾ എന്തായിരുന്നു? k0 പ്ലസ് k1 x. അടുത്ത് x ഇൻറ്റു e റൈസ് ടു x എന്ന് എഴുതുമ്പോൾ എന്തായിരുന്നു? e റൈസ് ടു 2x ഇൻറ്റു അല്ലെ അടുത്ത k2x ഇൻറ്റു k3 എന്ന രീതിയിലാണ് എഴുതിയത്. അഥവാ k0x പ്ലസ് k1 എന്ന രീതി. ഇവിടെ ഓൾറെഡി k0ഉം k1 ഒക്കെ എഴുതിയത് കൊണ്ട് വീണ്ടും ഇതിനെങ്ങനെ വീണ്ടും ലീനിയർ ആക്കി എഴുതി മാറ്റി എഴുതി. അപ്പൊ ഇത് e റൈസ് ടു 2xന്റെ e റൈസ് ടു x ഇതിന്റെയാണ് നമ്മൾ ഇങ്ങനെ ലീനിയർ ആക്കി എഴുതിയത്. 4x മൈനസ് 5ന്റെ ലീനിയർ ആക്കി എഴുതിയിരുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് k0, k1, k2, k3യുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും അല്ലെ? y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് മൈനസ് 3y അല്ലെ 4x മൈനസ് 5 പ്ലസ് 6x e റൈസ് ടു 2x. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതും. yp ഡബിൾ ഡാഷ് yp ഇങ്ങോട്ട് ഈ രീതിയിലേക്കാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ഒറിജിനൽ yp. ഈ yp ഇനി എന്ത് കണ്ടുപിടിക്കണം? yp ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം, yp ഡാഷും കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? k0, k1, k3, k2 ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ yp ഡാഷ് ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യണം. ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. k1x ന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ k1 ആണ് പ്ലസ്. ഇനി ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ e റൈസ് ടു 2x ന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു e റൈസ് ടു 2x ആണ്. പിന്നെ ബാക്കി അതേപോലെ k2x പ്ലസ് k3. ഇനി e റൈസ് ടു 2x അവിടെ നിർത്തി പ്രൊഡക്റ്റ് ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ k2 ആയി മാറും. ഇനി yp ഡബിൾ ഡാഷ് ചെയ്യണം. ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും? 4 e റൈസ് ടു 2x. ഇവിടെ ഒന്നും മാറ്റം വരുന്നില്ല. k2x പ്ലസ് k3 പ്ലസ് ഇനി 2 ഇൻറ്റു e റൈസ് ടു 2x ആണ്. ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ k2 ആയി.
ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എന്താവും 2 into e raised to 2x k2 എന്ന രീതിയിലേക്ക് വന്നു. ഓക്കെ, ഇതൊക്കെ പാടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതി, yp ഡബിൾ ഡാഷ് മൈനസ് 2yp ഡാഷ് മൈനസ് 3yp ഈക്വൽ ടു 4x മൈനസ് 5 പ്ലസ് 6x ഇൻറ്റു e raised to 2x. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഓരോ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ഞാൻ yp ഡബിൾ ഡാഷിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 4 e raised to 2x ഇൻറ്റു k2x പ്ലസ് k3 പ്ലസ് 2 ഇൻറ്റു k2 e raised to 2x. ഇനി അടുത്ത അല്ലെ, ഇനി പ്ലസ് 2 k2 e raised to 2x മൈനസ് 2 ഓഫ് yp ഡാഷിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. എന്ത് വരും, 2 ഇൻറ്റു k1 പ്ലസ് 2 e raised to 2x. ഇനി എന്ത് ചെയ്യാ, k2x പ്ലസ് k3 പ്ലസ് k2 e raised to 2x ക്ലോസ് ചെയ്തു. ഇനി മൈനസ് 3 ഓഫ് yp ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്, k0 പ്ലസ് k1x പ്ലസ് e raised to 2x k2x k3 ക്ലോസ് ചെയ്തു ഈക്വൽ ടു 4x മൈനസ് 5 പ്ലസ് 6x e raised to 2x. ഇനി എന്ത് ചെയ്യാ, ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ എന്താവും വരിക, 4 e raised to 2x k2x പ്ലസ് 4 k3 e raised to 2x പ്ലസ് 2 into k2 e raised to 2x plus 2 k2 into e raised to 2x minus 2k1 minus 2k1 minus 4 k2x e raised to 2x minus 4 k3 e raised to 2x minus 2 k2 e raised to 2x. ഇനി അടുത്ത് minus 3 k0 minus 3 k1x minus 3 k2x e raised to 2x minus 3 k3 e raised to 2x. അടുത്തെന്താണ്, ഈക്വൽ ടു 4x minus 5 plus 6x e raised to 2x. ഇത്രയാണ് സിംപ്ലിഫൈ. ഇനി വേണമെങ്കിൽ അഡീഷൻ ചെയ്യണമെങ്കിൽ അഡീഷൻ ചെയ്യാം, സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നേരെ ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് എക്സ് ഇൻറ്റു ഇ റേസ് ടു 2x എന്നുള്ള തമ്മിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ആരൊക്കെ വരുന്നുണ്ട്, എക്സ് ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സ് ഇൻറ്റു 2x വരുന്നുണ്ട്, പിന്നെ ഇവിടെ എക്സ് വരുന്നില്ല, ഇവിടെ അതുപോലെ എക്സ് ഇ റേസ് ടു എക്സ് വരുന്നുണ്ട് അല്ലെ, എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്, പിന്നെ ഇവിടെയാണ് വരുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് ഇ റേസ് ടു 2x എന്ത് ചെയ്യാണ്, ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഓരോ ടേമിനെയും ഞാൻ എന്ത് ചെയ്യാണ്, ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോ ഇക്വേറ്റിംഗ് എന്താണ്, എക്സ് ഇൻറ്റു ഇ റേസ് ടു 2x. അപ്പൊ ആരെ ഉണ്ടാവുള്ളൂ, ഫസ്റ്റ് ടൈം അടയാളപ്പെടുത്തുന്നു, 4k2 മൈനസ് 4k2 മൈനസ് 3k2 ഈക്വൽ ടു ഇപ്പുറത്ത് ആരേ ഉള്ളൂ, 6 ഉള്ളൂ. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. മൈനസ് 3k2 ഈക്വൽ ടു 6. അപ്പൊ k2 ഈക്വൽ ടു 6 ബൈ 3 ആണ്, ദാറ്റ് ഈസ് -2. ഇനി അടുത്തത് ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് ഇക്വേറ്റിംഗ് ഇ റേസ് ടു 2x. അപ്പൊ അവിടെ ഉള്ളത് 4k3 plus 2k2 plus 2k2 minus 4k3 minus 2k2 minus 3k3 equal to 0. അങ്ങനത്തെ ടേം റൈറ്റ് സൈഡിൽ ആരുമില്ല അല്ലെ, വെറും ഇ റേസ് ടു 2x എന്ന ടേമേ ഇല്ല, എക്സ് ഇ റേസ് ടു 2x ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല, ഇ റേസ് ടു 2x തന്നെ വേണം. അപ്പൊ ആ ടേം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 0 ആയി. അപ്പൊ ഇവിടെ ഇത് ക്യാൻസൽ ആയി പോയി. പിന്നെ അല്ലെ 4k3 2 ഈ 2 ക്യാൻസൽ ആയി പോയി. 2k2 minus 3k3 equal to 0. അപ്പൊ k2ന്റെ വാല്യൂ നമുക്കറിയാം -2 ആണ്. അത് അവിടെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ -4 minus 3k3 equal to 0. അപ്പൊ 3k3 equal to എന്തായി മാറി അല്ലെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 4 ആയി മാറി. അപ്പൊ k3 equal to -4/3 ആയി മാറി. ഇനി അടുത്ത ഇക്വേറ്റ് ചെയ്യുന്നത് എക്സ് ആണ്. അപ്പൊ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി എക്സ് ഉണ്ട് അല്ലെ, ഇക്വേറ്റിംഗ് എക്സ്. അപ്പൊ -3k1 ഈക്വൽ ടു 4 ആയി. അപ്പൊ k1 ഈക്വൽ ടു -4/3. ഇനി ഇക്വേറ്റിംഗ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ k 5 മാത്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമാണ്. അപ്പൊ എന്തായി, -5.
ഇവിടെ ഓൾറെഡി നമുക്കറിയാം k1ന്റെ വാല്യൂ -4/3 ആണെന്നും 3k not equal to -5. That is minus minusum plus by 3 minus 3k not equal to -5. Minus 3k not equal to -5 minus 8/3. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ -15 minus 8. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും 23/3 ആയി അല്ലെ. അപ്പം മൈനസ് ഈ മൈനസ് എന്തായി ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്താവും k not equal to 23/3 into 3 അല്ലെ. ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിനോമിനേറ്റർ ആണ്. അപ്പൊ 23/3 എന്നാണ്. അപ്പോ ഓരോ വാല്യൂ ഇപ്പൊ കണ്ടെത്തി. ആരൊക്കെയാണ് ഇപ്പൊ കിട്ടിയത്? k നോട്ട് എന്ന് പറഞ്ഞാൽ 23/9, k1 എന്ന് പറഞ്ഞാൽ -4/3, k2 എന്ന് പറഞ്ഞാൽ -2, k3 എന്ന് പറഞ്ഞാൽ 4/5 എന്ന രീതി 4/3, 5 അല്ല 4/3 അല്ലെ. k3 4/3. അതെന്ത് ചെയ്യുക? നേരെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ yp ഈക്വൽ ടു നമ്മളൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഏതാണ്? k നോട്ട് പ്ലസ് k1x പ്ലസ് e റേസ് ടു 2x പിന്നെ എന്തായിരുന്നു? k2x k3 ആണ്. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 23/9 -4/3x പ്ലസ് e റേസ് ടു 2x, k2 എന്ന് പറഞ്ഞാൽ -2 ആണ്, k3 എന്ന് പറഞ്ഞാൽ 4/3 ആണ്. ഇതാണ് നമ്മൾ yp. ഇനി വേണമെങ്കിൽ ഇത് രണ്ടും മൈനസ് ആക്കാൻ കൊണ്ടുവരാം, സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ചെയ്യാം. ഇവിടെ നിർത്തിയാൽ മതി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി, ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ കിട്ടി. അപ്പൊ ഇനി വെറും ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷൻ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ c1 e raised to -x പ്ലസ് c2 e raised to 3x ആണ്, പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ആരാ? 23/9 -4/3x പ്ലസ് e raised to 2x into -2x -4/3 ആണ് ഇതിന്റെ എന്ത് വരുന്നത്? ജനറൽ സൊല്യൂഷൻ ആയി വന്നിട്ടുള്ളത്. അപ്പോ എന്തായി? ഇങ്ങനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 16th ക്വസ്റ്റ്യൻ. എന്താണ് 16th ക്വസ്റ്റ്യൻ? സോൾവ് ദി ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് y lambda into y equal to 0. y of 0 ഉം y of l equal to 0. അപ്പൊ രണ്ടിന്റെയും വാല്യൂ എന്താണ്? അത് 0 ആണ്. അപ്പൊ തന്നിട്ട് എന്താണ്? y ഡബിൾ ഡാഷ് പ്ലസ് lambda into y equal to 0 ഉം y of 0 equal to 0 ഉം y of l എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 0 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? m സ്ക്വയർ പ്ലസ് ലാംഡ ഈക്വൽ ടു 0. അപ്പൊ m സ്ക്വയർ ഈക്വൽ ടു മൈനസ് ലാംഡ, m ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്തായി? പ്ലസ് ഓർ മൈനസ് ലാംഡ i എന്ന രീതിയിലേക്ക് വരും. ദാറ്റ് ഈസ് എ കോംപ്ലക്സ് റൂട്ട്. ഇവിടെ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫന്റെ വാല്യൂ 0 ബീറ്റന്റെ വാല്യൂ റൂട്ട് ലാംഡയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എഴുതാൻ ബുദ്ധിമുട്ടില്ല അല്ലെ. നമ്മുടെ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ജനറൽ സൊല്യൂഷൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ y ഈക്വൽ ടു എന്തായിരുന്നു? ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1 cos ബീറ്റ എക്സ് പ്ലസ് c2 ഇൻറ്റു സൈൻ ബീറ്റ എക്സ്. ഇവിടെ ആൽഫന്റെ വാല്യൂ ഓൾറെഡി 0 ആണ്. അപ്പൊ e റേസ് ടു 0x c1 ഇൻറ്റു കോസ് ആൽഫ ബീറ്റ റൂട്ട് ലാംഡയാണ് പ്ലസ് c2 ഇൻറ്റു സൈൻ റൂട്ട് ലാംഡ എക്സ് അല്ലെ. ഇങ്ങനെ രീതിയിലേക്ക് വന്നു. ഇനി e റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എന്താവും? c1 കോസ് റൂട്ട് ലാംഡ എക്സ് പ്ലസ് c2 ഇൻറ്റു സൈൻ റൂട്ട് ലാംഡ എക്സ്. നമുക്ക് ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയ y ഓഫ് 0 ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞാൽ x 0 ആണ്, y 0 ആണ്. ഈ 0 കൊടുക്കുമ്പോൾ എന്താവും? c1 ഇൻറ്റു കോസ് റൂട്ട് ലാംഡ ഇൻറ്റു 0 പ്ലസ് c2 ഇൻറ്റു സൈൻ റൂട്ട് ലാംഡ ഇൻറ്റു 0 ഈക്വൽ ടു ഇവിടെ എന്തായി? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, c2 ഇൻറ്റു സൈൻ 0 എന്ന് വെച്ചാൽ അപ്പൊ c1ന്റെ വാല്യൂ എന്തായി മാറി? 0 ആയി മാറി. ഇനി അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? അല്ലെ, y ഈക്വൽ ടു c1 0 ആയി കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി എന്തേ ഉള്ളൂ? c2 ഇൻറ്റു
സൈൻ ഓഫ് റൂട്ട് ലാംഡ എക്സ് എന്ന രീതിയിലേക്കാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത എന്തായിരുന്നു നമുക്ക് തന്ന ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻസ് അല്ലെ, y ഓഫ് എൽ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എല്ലും വൈന്റെ വാല്യൂ 0. അപ്പോൾ 0 ഈക്വൽ ടു c1 ഇൻറ്റു കോസ് റൂട്ട് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് c2 ഇൻറ്റു സൈൻ റൂട്ട് ലാംഡ ഇൻറ്റു എക്സ്. നമുക്കറിയാം ഈ c1ന്റെ വാല്യൂ ഓൾവേസ് 0 ആണ്. പിന്നെ y അല്ലെ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുക്കണം, എല്ല് കൊടുക്കണം. c2 ഇൻറ്റു സൈൻ ലാംഡ ഇൻറ്റു എൽ. അപ്പൊ എന്ത് കിട്ടി, c2 ഇൻറ്റു സൈൻ റൂട്ട് ലാംഡ ഇൻറ്റു എൽ ഈക്വൽ ടു 0. c2 ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. പിന്നെ ആര് 0 ആവുള്ളൂ, സൈൻ ഓഫ് റൂട്ട് ലാംഡ ഇൻറ്റു എൽ ഈക്വൽ ടു 0. അപ്പൊ എന്തായി, റൂട്ട് ലാംഡ എൽ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0. സൈൻ എപ്പോഴാണ് 0 ആവുക, എൻ പൈ ആവുമ്പോഴാണ് അല്ലെ. എൻ പൈ എല്ലാ പൈയിലും എന്താണ് സൈൻ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ലാംഡന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് കിട്ടി, റൂട്ട് ലാംഡ ഇൻറ്റു എൽ ഈക്വൽ ടു എൻ പൈ. അപ്പൊ എന്ത് കിട്ടി അല്ലെ, റൂട്ട് ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ ആയി. ലാംഡ ഈക്വൽ ടു അല്ലെ എന്തായി, എൻ സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എന്ന രീതിയിലേക്ക് വരും ലാംഡന്റെ വാല്യൂ. അപ്പൊ നമുക്ക് therefore y of x ജനറൽ സൊല്യൂഷൻ അല്ലെ c2 ഇൻറ്റു റൂട്ട് ലാംഡ എക്സ് ആണ് ഈക്വൽ ടു c2 ഇൻറ്റു അല്ലെ എന്താണ് സൈൻ ഓഫ് എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ് ആണ് അല്ലെ ലാംഡന്റെ വാല്യൂ അല്ലെ, അല്ലെങ്കിൽ റൂട്ട് ലാംഡന്റെ വാല്യൂ എൻ പൈ ബൈ എൽ. അങ്ങനെയാണ് നമുക്ക് എന്നിട്ട്. അപ്പൊ c1 എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, 0 ആണ്. അതിന്റെ ജനറൽ സൊല്യൂഷൻ ആണ് c2 ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ് ആണ് ഇതിന്റെ വാല്യൂ ആയി നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 17th ക്വസ്റ്റ്യൻ. എന്താണ് 17th ക്വസ്റ്റ്യൻ, സോൾവ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3x y ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു 2x റൈസ് ടു 4 ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് എന്ന രീതിയിൽ ഫോം വന്നാൽ കോഷി യൂളർ ഇക്വേഷൻ ഫോമിലേക്കാണ് തന്നിട്ടുള്ളത്. മറ്റേ സാധാരണ ഇക്വേഷൻ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇതും ബുദ്ധിമുട്ടില്ല. എക്സ് സ്ക്വയർ ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് അല്ലെ ഡെൽറ്റ ഡി ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം അല്ലെ, ഇതിൽ മാറ്റി എഴുതി. അപ്പൊ എന്താണ് കോഷി എന്താണ് യൂളർ ഇക്വേഷൻ എന്താണ്, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3x y ഡാഷ് പ്ലസ് 3y. ആദ്യം ഞാൻ ഹോമോജീനിയസ് ഇക്വേഷൻ ചെയ്തിട്ടാണ് പാർട്ടിക്കൽ സൊല്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നത്, പിന്നെ ഇത് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇതിന് നമുക്കറിയാം ഡി എന്ന് അല്ലെ, ഇതിന് നമ്മൾ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 3x dy ബൈ ഡി എക്സ് പ്ലസ് 3y ഈക്വൽ ടു 0 ആക്കി എഴുതാം. ഞാൻ എക്സ് ഡി വൈ ബൈ ഡി എക്സിനെ ഒരു ഡി വൈ ആക്കി ചേർത്തു. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സിനെ എക്സ് സ്ക്വയർ എങ്ങനെ മാറ്റി എഴുതാം, ഡി ഇൻറ്റു ഡി മൈനസ് ഇൻറ്റു വൈ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇതിലേക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും, തന്ന ഇക്വേഷൻ എഴുതി എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ minus 3x into dy by dx plus 3y equal to 0. അപ്പോൾ ഇതെന്തായി, d into d minus 1 into y minus of 3 അല്ലെ dy plus 3y equal to 0. ഇതിന്റെ മൾട്ടിപ്പിൾ എന്താവും, d സ്ക്വയർ അല്ലെ d സ്ക്വയർ y minus dy minus 3dy plus 3y equal to 0. ഡി യും ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, തമ്മിൽ ആഡ് ചെയ്താൽ മതി. സബ്ട്രാക്ഷൻ ഞാൻ പറഞ്ഞെന്നുള്ളൂ, രണ്ട് മൈനസ് ആയതുകൊണ്ട് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് 3y ഈക്വൽ ടു 0. അപ്പൊ അതിനെ ഒന്നുകൂടി ഒന്ന് മാറ്റി ചെയ്താണെങ്കിൽ എന്തായി, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3y ഈക്വൽ ടു 0. വേണമെങ്കിൽ y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു 0 ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടിപ്പോ അല്ലെ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോമിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഓക്സിലറി ഇക്വേഷനിലേക്ക് ഒന്ന് മാറ്റി എഴുതാം. അപ്പൊ ഓക്സിലറി ഇക്വേഷൻ
അപ്പൊ എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 3 ഈക്വൽ ടു 0. ആഡ് ചെയ്താൽ മൈനസ് 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 3 വരുന്നത് ആരൊക്കെയാണ് എം മൈനസ് 1 ഇൻറ്റു എം മൈനസ് 3 ഈക്വൽ ടു 0 എന്ന രീതിയിലേക്ക് വരും. എന്താണ് കിട്ടിയത്? അല്ലെ, ആഡ് ചെയ്താൽ എന്ത് കിട്ടി? അല്ലെ, മൈനസ് 4ഉം അപ്പൊ എന്താവും തമ്മിൽ ആഡ് ചെയ്തു, മൈനസ് 1 മൈനസ് 3 ആയത് 4 മൾട്ടിപ്ലൈ ചെയ്ത 3. കറക്റ്റ് അല്ലേ? അപ്പൊ എം ഈക്വൽ ടു 1,3 എന്ന് പറഞ്ഞാൽ m1 ഈക്വൽ ടു 1, m2 ഈക്വൽ ടു 3. അപ്പൊ therefore ജനറൽ സൊല്യൂഷൻ ഓർക്കുക, നമ്മളെ കോഷി ഊളർ ഇക്വേഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: c1 x raised to m1 plus c2 x raised to m2. അപ്പോൾ y ഈക്വൽ ടു c1 x അല്ലെ, എമ്മിന്റെ സ്ഥാനത്ത് m1 എന്നാണ് 1, c2 x ക്യൂബ് ആണ് ഇതിന്റെ വരുന്നത്. ഇനി നമ്മളെ കയ്യിൽ തന്ന ഇക്വേഷൻ x സ്ക്വയർ y ഡബിൾ ഡാഷ് മൈനസ് 3x y ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു 2x raised to 4 e raised to x ആണ്. ഞാൻ ഇവിടെ ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ പോകുന്നത്, YP കാണാൻ പോകുന്നത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ ഈ y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം നിയമമുണ്ട്. ഏതാണ്? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിൽ. അതുകൊണ്ട് ഞാൻ x സ്ക്വയർ ഡിവിഷൻ നടത്തി. അപ്പൊ y ഡബിൾ ഡാഷ് മൈനസ് 3, ബാക്കിയൊന്നും അവിടെ അതേപോലെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ ഈ സൈഡ് പിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ 1 ആണെന്ന് നിയമം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ വാല്യൂസ് ഒന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല, പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് y ഡബിൾ ഡാഷ് ഇനി വേണമെങ്കിൽ 3/x y ഡാഷ് പ്ലസ് 3/x സ്ക്വയർ y ഈക്വൽ ടു 2x സ്ക്വയർ e raised to x. അപ്പൊ നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് കാണാനുള്ള ഇക്വേഷൻ YP എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ അല്ലെ, y1 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് y2 ഇൻറ്റു r of x ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ ഓഫ് y1 ഇൻറ്റു y2 dx പ്ലസ് പിന്നെ y2 ഇൻറ്റു ഇന്റഗ്രൽ y1 ഇൻറ്റു r of x ഇൻറ്റു റോൺസ്കിയൻ ഓഫ് y1, y2 dx ആണ്. അപ്പൊ ഇതിൽ y1 ആര് y2 ആരെ നോക്കുക. അപ്പൊ ഇതാണ് y1. y1 എന്ന് പറഞ്ഞാൽ x, ഹോമോജീനിയസ് ഇക്വേഷന്റെ ഫസ്റ്റ് വരുന്നത്. y2 എന്ന് പറഞ്ഞാൽ x ക്യൂബ് ആയി. ഇനി r of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയതിനെ നമ്മൾ r of x എന്ന് പറയുന്നത്, അതും ഇട്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആരേ ഉള്ളൂ, ഈ സ്റ്റെപ്പിനകത്ത് റോൺസ്കിയൻ കണ്ടുപിടിക്കണം. അപ്പൊ റോൺസ്കിയൻ ഓഫ് y1, y2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യം x ഇട്ടെടുത്തു, പിന്നെ x ക്യൂബ് ഇട്ടെടുത്തു. ഇതിന് ഡെറിവേറ്റീവ് 1, ഇതിന് ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഇത് എന്ത് ചെയ്യാം, ഇതിന് ഡിറ്റർമിനന്റ് വാല്യൂ ഉണ്ട്. അപ്പൊ 3 എന്തായി, എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ഈക്വൽ ടു 2x ക്യൂബ് ആണ് ഇതിന്റെ റോൺസ്കിയൻ. ഇനി ഇതിന്റെ ഓരോ സ്റ്റെപ്പും, അപ്പൊ മൈനസ് y2 ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ആദ്യ സ്റ്റെപ്പ്. അപ്പം y2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്, എക്സ് ക്യൂബ് ആണ്. അപ്പൊ മൈനസ് എക്സ് ക്യൂബ്. മറ്റേത് എന്താണ്, 2x സ്ക്വയർ e raised to x ആണ് ആര് വരുന്നത് അല്ലെ, r of x. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2x raised to 5 e raised to x. ഇനി മൈനസ് y2 ഓഫ് x ഇൻറ്റു r of x ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ ഓഫ് y1, y2 ആണ്. മൈനസ് 2x raised to 5 e raised to x ഡിവൈഡഡ് ബൈ 2x ക്യൂബ്. 2 ക്യാൻസൽ ആയി, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും, മൈനസ് എക്സ് സ്ക്വയർ e raised to x ആയി. ഇനി എന്ത് ചെയ്യുക, ഇതിന് ഇന്റഗ്രേഷൻ കൊടുക്കുക. അപ്പൊ ഇന്റഗ്രൽ മൈനസ് y2 r of x ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ ഓഫ് y1, y2 dx. അപ്പൊ എന്ത് കിട്ടി, ഇന്റഗ്രൽ മൈനസ് എക്സ് സ്ക്വയർ e raised to x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഇതിന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പൊ മൈനസിന് ആദ്യം പുറത്തേക്ക് എടുത്തു, എക്സ് സ്ക്വയർ ഇൻറ്റു e raised to x dx ഈക്വൽ ടു ഫസ്റ്റ് എക്സ് സ്ക്വയർ e raised to x ഇന്റഗ്രേഷൻ e raised to x തന്നെയാണ്, മൈനസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x e raised to x ന്റെ ഇന്റഗ്രൽ e raised to x ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ e raised to x. ഇതിനെ വീണ്ടും ഇന്റഗ്രൽ ബൈ പാർട്സ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു e raised to x മൈനസ് എക്സിനെ ഇന്റഗ്രേഷൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആണ്, e raised to x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x തന്നെയാണ്, ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ e raised to x മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു e raised, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും e raised to x ആണ്, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to x
മൈനസ് മൈനസ് പ്ലസ് 2 into x e raised to x minus 2 e raised to x. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ മൈനസ് എക്സ് സ്ക്വയർ ഇ റൈസ് ടു എക്സ് പ്ലസ് 2x e raised to x minus 2 into e raised to x. അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി അടുത്ത എന്തായിരുന്നു y1 of x into r of x. x അല്ലെ ഇൻറ്റു അടുത്ത എന്തായിരുന്നു r of x 2x square into e raised to x, that is 2x cube e raised to x. ഇനി എന്ത് ചെയ്യാണ് ഇതിന്റെ റോൺസ്ക്യൂനുമായിട്ട് എന്ത് ചെയ്യുക ഡിവിഷൻ നടത്തും. റോൺസ്ക്യൂൻ ഓഫ് y1 comma y2, that is 2x cube e raised to x divided by 2x cube. അപ്പോൾ ബാക്കി ആരേ ഉള്ളൂ e raised to x ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്താൽ മതി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. റോൺസ്ക്യൂൻ ഓഫ് y1 comma y2 dx equal to integral e raised to x dx. ആൻസർ എന്താണ് e raised to x ആണ് ഇതിന്റെ ആൻസർ ആയി വന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഞാൻ നേരെ yp എന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ yp എന്ന് പറഞ്ഞാൽ y1 in integral minus y2 of അല്ലെ x into r of x divided by Wronskian of y1 into y2 dx plus y2 in integral of y1 of x into r of x divided by Wronskian of y1 comma y2 into dx. y1 എന്ന് പറഞ്ഞ x ആണ്. ഇനി അതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു. എന്തായിരുന്നു മൈനസ് എക്സ് സ്ക്വയർ ഇ റൈസ് ടു എക്സ് പ്ലസ് 2x e raised to x minus 2 e raised to x plus y2 എന്ന് പറഞ്ഞ x ക്യൂബ് ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ e raised to x ഈക്വൽ ടു എന്തായി അല്ലെ ആ x കൊണ്ട് മൾട്ടിപ്ലൈ e raised to minus x ക്യൂബ് e raised to x plus 2x square e raised to x minus 2x e raised to x plus x cube e raised to x. അപ്പോൾ ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റുന്നവർക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ. ഇവിടെ ഇത് ഈ ടേം ഒക്കെ എന്ത് ചെയ്യാം സബ്ട്രാക്ഷൻ ചെയ്യാനുണ്ടാവും അല്ലെ. ഈ ടേമും ഈ ടേം എന്തായി ക്യാൻസൽ ആയി. ബാക്കി ആരേ ഉള്ളൂ 2 e raised to x square e raised to x minus 2x e raised to x. കോമൺ ആയിട്ട് എന്തുണ്ട് അല്ലെ 2 e raised to x ഉണ്ട്. അപ്പൊ എന്താവും x square minus x. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സിനും എന്ത് ചെയ്യാം ഔട്ട് എടുക്കാം. അപ്പൊ 2x into e raised to x x minus 1 എന്ന രീതിയിലും എഴുതാം. അപ്പൊ therefore the general solution എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ y equal to homogeneous equation plus particular solution. homogeneous equation എന്ന് പറഞ്ഞാൽ c1x plus c2x cube അല്ലെ. ഇനി ആരാണ് അടുത്തത് yp particular solution എന്ന് പറയുമ്പോൾ 2 into e raised to x x square minus x. ഞാൻ ഈ ടേം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ആയി വന്നിട്ടുള്ളത്. അവിടെ നോക്കാം 2x square e raised to x minus 2x e raised to x. അതിന് നമ്മൾ എന്ത് കണ്ടെത്തി അല്ലെ e raised to x 2 e raised to x ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ x square minus x എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y equal to homogeneous equation plus particular solution. homogeneous equation എന്ന് പറഞ്ഞാൽ c1x plus c2x cube plus 2 into e raised to x into x square minus x. ഇതാണ് നമ്മുടെ ആൻസർ കീ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇതായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 18th ക്വസ്റ്റ്യൻ. എന്താണ് 18th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് സോൾവ് f of t equal to 3t square minus e raised to minus t minus integral 0 to t f of tau into e raised to t minus tau d tau for f of t. ഇപ്പൊ നമ്മൾ കാണാൻ പറഞ്ഞത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇത് കോൺവല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ദ ഗിവൺ ഇന്റഗ്രൽ ഇക്വേഷൻ എന്താണ് f of t equal to 3t square minus e raised to minus t minus ഞാൻ ഇതിനെ കോൺവല്യൂഷൻ ആക്കി മാറ്റി എഴുതാം f of t star e raised to t. എന്ത് ചെയ്യാ let the capital F of s Laplace transform ആണ് equal to L of f of t അല്ലെ. എങ്ങനെ പറയാം by inverse transforms. എന്ത് ചെയ്യാ by നമ്മൾ ഇനി കോൺവല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ by convolution theorem. എന്താണ്
ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു എന്താണ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് 3t സ്ക്വയർ മൈനസ് ഇ റൈസ് ടു മൈനസ് ടി പിന്നെ എന്താണ് എഫ് ഓഫ് ടി സ്റ്റാർ ഇൻറ്റു കോൺവല്യൂഷൻ തിയറത്തിന്റെ ഈക്വൽ ടു 3 ഇൻറ്റു എൽ ഓഫ് ടി നമുക്ക് ലാപ്ലേസ് ആണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും മൈനസ് എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി മൈനസ് എന്താ പറയാ എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ഇ റൈസ് ടു ടി. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2/s³ ആണ്. അപ്പൊ ഈക്വൽ ടു 3 ഇൻറ്റു 2/s³. ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റൈസ് ടു ടി എന്ന് പറഞ്ഞാൽ 1/s+1 ആണ്. ഇനി എഫ് ഓഫ് ടി അല്ലെ, എഫ് ഓഫ് ടി നമുക്കറിയാം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്, നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്, ഇൻറ്റു ഇ റൈസ് ടു ഓഫ് ടി എന്നാണ് 1/s-1 ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടിയാണ്, ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു ആണ് ഇവിടെ 3 ഇൻറ്റു 2 6/s³ മൈനസ് 1/s+1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ s-1. ഇവിടെ ഒരു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഉണ്ട്, അത് ഒരുമിച്ച് എഴുതി. അപ്പൊ പ്ലസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ s-1. ഇതിനെ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്തു. 6s+1 മൈനസ് ഇൻറ്റു x³ ഡിവൈഡഡ് ബൈ s³ ഇൻറ്റു s+1. ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസിനെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും 1 അല്ലെ, 1 + s-1 ഡിവൈഡഡ് ബൈ s-1 ഈക്വൽ ടു 6x plus 6 minus s³ ഡിവൈഡഡ് ബൈ s³ ഇൻറ്റു s+1. അപ്പൊ ഇവിടെ എന്ത് വെട്ടിപ്പോയി, +1 -1 വെട്ടിപ്പോയി. അപ്പൊ s ഡിവൈഡഡ് ബൈ, അപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു എന്താ ഇവിടെ s ഡിവൈഡഡ് ബൈ s-1 ഈക്വൽ ടു ഇവിടെ 6x plus 6 minus x³ ഡിവൈഡഡ് ബൈ s³ ഇൻറ്റു s+1. എന്ത് ചെയ്തു, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്താവും, അത് ക്രോസ് ആയി അല്ലെ, പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ തിരിച്ചു വരും ബൈ s³ ഇൻറ്റു s+1 ഇൻറ്റു ഇവിടെ എന്തായി s-1 ഡിവൈഡഡ് ബൈ s. ഇത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു s അല്ലെ, 6x ഇൻറ്റു s എന്ന് പറഞ്ഞാൽ s² ആയി, 6 ഇൻറ്റു s എന്ന് പറഞ്ഞാൽ 6x, x³ ഇൻറ്റു പറഞ്ഞാൽ x റൈസ് ടു 4. ഇനി മൈനസ് ഉണ്ട്, -6x മൈനസ് 6 പ്ലസ് x³ ഡിവൈഡഡ് ബൈ മറ്റത് x³ ഇൻറ്റു x എന്ന് പറഞ്ഞാൽ x റൈസ് ടു 4 s+1 ഈക്വൽ ടു. ഒന്ന് സിംപ്ലിഫൈ ഫസ്റ്റ് ഒന്ന് ആക്കിക്കൊണ്ടുവരിക അല്ലെ. 6x ഫസ്റ്റ് x റൈസ് ടു 4 ആണ്, അപ്പൊ x റൈസ് ടു 4, പിന്നെ x³ ഉണ്ട്, അപ്പൊ x³ ആയി. ഇനി അടുത്ത ആരാ, സ്ക്വയർ ആണ്, അപ്പൊ പ്ലസ് 6x². പിന്നെ ആരുണ്ട് അല്ലെ, ഇവിടെ പ്ലസ് 6x ഉണ്ട്, പ്ലസ് അത് രണ്ടും എന്തായി ക്യാൻസൽ ആയി പോയി. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യണ്ട, ബാക്കി ആരേ ഉള്ളൂ -6 ഡിവൈഡഡ് ബൈ ആരുണ്ട് x⁴ x+1 ആയി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഇനി ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ഇതിന്റെ വാല്യൂസ് ഓരോന്നും കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം ഇതെടുത്ത് എഴുതി, x⁴ പ്ലസ് x³ പ്ലസ് 6s² മൈനസ് 6 ഡിവൈഡഡ് ബൈ s⁴ ഇൻറ്റു x+1. നമ്മൾ +2 പഠിച്ച ഒരു മെത്തേഡ് ഉണ്ട് അല്ലെ, ഡിനോമിനേറ്ററിന്റെ കേസിൽ. അപ്പൊ ഇവിടെ s⁴ ആയതുകൊണ്ട് ബൈ s ഇട്ടു, അതുവരെ പോണം, x² പോണം അല്ലെ, റിപ്പീറ്റഡ് ഉള്ളൂ, ക്വാഡ്രാറ്റുള്ളൂ, റിപ്പീറ്റഡ് ആ രീതിയിലേ വരുന്നുള്ളൂ. മറ്റേ മറ്റേ ലീനിയർ ആയിട്ടൊന്നും വന്നിട്ടുള്ളൂ, അത് ഇവിടെ ലീനിയർ ആയി ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. d ബൈ s⁴ പ്ലസ് ഇ ബൈ എന്താണ് s+1 എന്ന രീതിയിലേക്ക് കൊണ്ടുപോയി. ഇനി ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്റെയും ബിന്റെയും സിന്റെയും ഡിന്റെയും ഇന്റെയും വാല്യൂ കണ്ടെത്തണം. അപ്പൊ s⁴ പ്ലസ് s³ പ്ലസ് 6x² മൈനസ് 6 a ഇൻറ്റു ഇവിടെ എന്തോളൂ s. അപ്പൊ ഒക്കെ പാടെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ആരൊക്കെ വെട്ടിപ്പോകും, ഒരു എസും ഇവിടുത്തെ ഒരു എസും വെട്ടിപ്പോകും. ഇവിടെ എന്താവും s³ ഇൻറ്റു s+1, അതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. പ്ലസ് ബി ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇത് മോൾക്ക് എത്തിയാൽ ആരൊക്കെ വെട്ടിപ്പോകും, ഇതിലെ സ്ക്വയറും ഇവിടെ താഴെ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താവും, ഇവിടെ ഒരു x² ആയി മാറും s+1.
ഇനി സി കൊണ്ടുപോയാൽ എന്ത് മാറ്റം ഉണ്ടാവുള്ളൂ? ഇവിടെ ക്യൂബ് ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ എസ് മാത്രമേ ഉണ്ടാകും. എസ് പ്ലസ് 1 പ്ലസ് ഡി ഇൻറ്റു എസ് റൈസ് ടു 4 ആണ്. അത് വെട്ടിപ്പോയാൽ പിന്നെ ഇവിടെ എസ് പ്ലസ് 1 ആണ്. ഇനി ഇവിടെ ആരെ വെട്ടിപ്പോയുള്ളൂ? എസ് പ്ലസ് 1 വെട്ടിപ്പോയി ഇവിടെ ആരേ ഉള്ളൂ അല്ലെ? എസ് റൈസ് ടു 4 മാത്രമേ ക്യാൻസലേഷൻ പറ്റാത്തുള്ളൂ. ഇനി എന്ത് ചെയ്യാ? എസിന്റെ വാല്യൂ 0 കൊടുക്കാം. അപ്പോൾ അവിടെ ഡി ഈക്വൽ ടു എന്തായി മാറും അല്ലെ? എസിന് 0 കൊടുത്താൽ ഇവിടെ എസ് 0 ആയി, ഇവിടെ ബി ഒക്കെ 0 ആയി. ഇപ്പൊ ഇവിടെ മാത്രം 0 ആവില്ല. ഡിന്റെ വാല്യൂ എന്തായി? -6. ഇനി എസിന്റെ വാല്യൂ 1 കൊടുത്തു. അപ്പൊ എന്താവും? -1 -1 അല്ലെ? +1 അല്ലെ? എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കുമ്പോൾ അല്ലെ 1 അല്ല കൊടുത്തത് -1 ആണ്. പറഞ്ഞപ്പോ -1 പറഞ്ഞു, എഴുതിയത് +1. എസിന്റെ സ്ഥാനത്ത് -1 കൊടുത്തു. അപ്പൊ -1 ഇവിടെ -1 ഇവിടെ +6 -6 -1 കൊടുത്താൽ ഇത് 0 ആയി, ഇത് 0 ആയി, ഇത് 0 ആയി, ഇതും 0 ആയി. ബാക്കി ആരേ ഉള്ളൂ? ഇവിടെ ഈ ഒറ്റയ്ക്കേ ഉള്ളൂ, e⁻1. അപ്പൊ e ഈക്വൽ ടു -2. ഈ ടേം 0 ആയി പോയി. അപ്പൊ e ഈക്വൽ ടു -2. ഇനി എസിന് ഏത് വാല്യൂ കൊടുത്താലും അത് എന്താവില്ല? 0 ആവില്ല. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു, ഇക്വേറ്റിന് ഒരു പെർത്തേരിയം പഠിപ്പിച്ചിരുന്നു. ഏതാണ് ഇക്വേറ്റിംഗ്? നമ്മൾ അടുത്ത ഹയർ പവർ ആയ 4 കൊടുത്തു. അപ്പൊ ഈ സൈഡിൽ -1 ഈക്വൽ ടു, പിന്നെ ഇവിടെ ആരേ ഉള്ളൂ പോകാത്തത് ഉണ്ടാകുക? എയും ഇ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ഇന്റെ വാല്യൂ -2 നമ്മൾ കണ്ടെത്തി. അപ്പൊ എ ഈക്വൽ ടു എന്തായി? 2 - 1 ഈക്വൽ ടു 1. ഇനി അടുത്തത് ഇക്വേറ്റ് ചെയ്യാം. എസ് ക്യൂബ് എന്ന് ചെയ്തത് 1 ഈക്വൽ ടു ഇവിടെ ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? എ പ്ലസ് ബി. എന്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. അപ്പൊ ബിന്റെ വാല്യൂ എന്തായി മാറിയപ്പോ? 0 ആയി. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണേ? ഇക്വേറ്റ് ചെയ്യാണ്. ആരുമായിട്ട്? എസ് സ്ക്വയറുമായിട്ട്. ഇവിടെ 6 ആയി. ഇവിടെ ആരെ ക്യാൻസൽ ആയി പോകാതിരിക്കുള്ളൂ? ബിയും സിയും. നമുക്കറിയാം ബിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ സിന്റെ വാല്യൂ എത്രയായി? 6 ആയി. അപ്പൊ എ ഈക്വൽ ടു 1 ആയി, ബി ഈക്വൽ ടു 0 ആയി, സി ഈക്വൽ ടു 6 ആയി, ഡി ഈക്വൽ ടു -6 ആയി അല്ലെ? ഡിന്റെ വാല്യൂ -6. അങ്ങനെയാണെങ്കിൽ ഇന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിരുന്നു? -2. എന്ത് ചെയ്യാ? ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഏത് ഇക്വേഷൻ? -s⁻4 plus x³ plus 6s square -6 divided by s⁻4 into s plus 1 എന്ന് പറഞ്ഞാൽ a by s, b by s square, c by s cube, d by s⁻4, e by s plus 1. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ s ന്റെ വാല്യൂ 1, ബിന്റെ വാല്യൂ 0, സിന്റെ വാല്യൂ എന്താണ്? 6 ആണ്, 6 by x cube, ഡിന്റെ വാല്യൂ -6 by s⁻4, ഇന്റെ വാല്യൂ -2 by s plus 1 എന്ന് പറഞ്ഞാൽ 1 by s, 6 by s cube, -6 by s⁻4, -2 by s plus 1. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? f of s ആണ്. -s⁻4 plus x³ minus plus x² minus 6 divided by s⁻4 into s plus 1 എന്ന് പറഞ്ഞാൽ 1 by s plus 6 by x³ minus 6 by s⁻4 2 by s plus 1. ഇനി എന്ത് ചെയ്യാം അല്ലെ? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആരാണ് അല്ലെ? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് അല്ലെ? എഫ് ഓഫ് ടി എന്ന്, ക്യാപിറ്റൽ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് ചെയ്യുക? ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുക. ഏതിന്? ഇതിന് ഓരോന്നിനും ഇൻവേഴ്സ് എന്ത് ചെയ്യുക? അപ്ലൈ. അപ്പൊ എൽ ഇൻവേഴ്സ് ഓഫ് -s⁻4 plus s³ plus 6x² minus 6 divided by s⁻4 into s plus 1 equal to, ഇവിടെ സെപ്പറേറ്റ് ആക്കി ചെയ്താൽ മതി, അല്ലാതെ ഓരോന്നായിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവേഴ്സ് ഓഫ് 1 by s, ഞാൻ 6 ഔട്ട് സൈഡ് എടുത്തു. എൽ ഇൻവേഴ്സ് ഓഫ് 1 by s³ പ്ലസ് minus 6 into L inverse of 1 by s⁻4 minus 2 into L inverse of 1 by x plus 1. അപ്പൊ ഇതിന്റെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇൻവേഴ്സ് 1 ആണ്. 6 into t square by 2 factorial minus 6 into t cube by 3 factorial minus 2 into
e raised to minus t. ഇവിടെ s plus 1 ആണ്, s plus 1. ഇനി 2 factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 6 into 3 factorial എന്ന് പറഞ്ഞാൽ 6 ആണ്. minus 2 into e raised to minus t. രണ്ടും ക്യാൻസൽ ആയിപ്പോയി. 1 plus 3t square. 6ഉം 6ഉം വെട്ടിപ്പോയി. minus 2 e raised to minus t. 1 plus 3t square minus t cube minus 2 into e raised to t ആണ് ഇതിന്റെ വാല്യൂ ആയിട്ട് വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. ഇനി ഈ സെക്ഷനിലെ ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? നമുക്ക് 19th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 19th ക്വസ്റ്റ്യൻ? എക്സ്പാൻഡ് ദി ഫംഗ്ഷൻ f of x equal to x square 0 less than x less than l in cosine series. അപ്പൊ ഇത് ഹാഫ് റേഞ്ച് സീരീസിലാണ് വരുന്നത്. കാരണം 0 to l എന്ന് പറഞ്ഞാൽ ഹാഫ് റേഞ്ച് സീരീസ് ആണ്. മറ്റേത് ഇതിന്റെ ഇന്റർവെൽ ലെങ്ത് 2π വരുമ്പോഴാണ് നമ്മൾ ഫുൾ സീരീസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെറിയ ഇക്വേഷൻ ചെറിയ മാറ്റണ്ട്. എന്താണ്? f of x കോസൈൻ ആയതുകൊണ്ട് കോസ് മാത്രമേ ഉള്ളൂ. a0 by 2 എന്താണ്? സമ്മേഷൻ n equal to 1 to infinity an cos nπ by l x ആണ്. a0 എന്ന് പറഞ്ഞാൽ 2 by l 0 to l f of x dx ആണ്. അതേപോലെ a എന്നാണ് 2 by l 0 to l f of x cos nπ by l into x dx ആണ്. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ a0 കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ a0 ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? 2 by l ഇന്റഗ്രൽ 0 to l f of x dx ആണ്. അപ്പൊ ഇവിടെ f of x ന്റെ വാല്യൂ നമുക്ക് അറിയാം. എന്താണ്? x സ്ക്വയർ dx ആണ്. ഇനി എന്ത് ചെയ്യാൻ മതി? ഇതിനെ ഇന്റഗ്രേറ്റ്. അപ്പൊ x ക്യൂബ് ബൈ 3 0 to l. അപ്പൊ 2 by l into 1 by 3 x ക്യൂബ് 0 to l. അപ്പൊ എന്ത് കിട്ടി? അല്ലെ? 2 by 3l into അപ്പൊ എന്താവും? l ക്യൂബ് മൈനസ് 0 ക്യൂബ് എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടി 2 by 3l into l ക്യൂബ്. അപ്പൊ ഒരു l ക്യാൻസൽ ആയി പോയാൽ 2l square by 3 എന്ന രീതിയിലേക്ക് വന്നു. ഇനി അടുത്ത നമ്മൾ കാണാൻ പറഞ്ഞത് n ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. അപ്പൊ n എന്ന് പറഞ്ഞാൽ 2 by l ഇന്റഗ്രൽ 0 to l f of x cos nπ by l into x dx equal to 2 by l 0 to l f of x എന്ന് പറഞ്ഞാൽ x square into cos nπ by l into dx. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. ഫസ്റ്റ് ഇത് സെക്കൻഡ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. 2 by l ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ ഇൻറ്റു കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? സൈൻ nπ by l in x. പിന്നെ എന്ത് ചെയ്യാണ്? അതിന്റെ l by എന്തായി? nπ 0 to l മൈനസ് ഇന്റഗ്രൽ 0 to l ഡെറിവേറ്റീവ് ഓഫ് x സ്ക്വയർ that is 2x. വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പൊ എന്താവും? സൈൻ nπ by l into x into l by nπ dx equal to 2 by l ഇത് ഈ ബ്രാക്കറ്റ് പിന്നെ ഉള്ള ബ്രാക്കറ്റ് ക്ലോസിംഗ് ആണ്. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ l സ്ക്വയർ ബൈ nπ സൈൻ nπ by l x 0 to l 0 to l മൈനസ് ഇവിടെ കോൺസ്റ്റന്റ് 2 ഉണ്ട്. l by nπയും കോൺസ്റ്റന്റ് ആണ്. അതെന്ത് ചെയ്തു? ഔട്ട് സൈഡ് എടുത്തു. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ആരെ ഇന്റഗ്രേഷൻ ഉണ്ടാവുള്ളൂ? 0 to l x സൈൻ nπ by l x dx മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഈക്വൽ ടു 2 by l എന്ത് ചെയ്തു? 2l x സ്ക്വയർ ബൈ nπ സൈൻ nπ by l x 0 to l മൈനസ് 2 by nπ. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ഇൻറ്റു മൈനസ് സൈനിന്റെ കോസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് ആണ് മൈനസ് ആണ്. അപ്പൊ മൈനസ് ഇട്ടു ബൈ എൽ എക്സ് ഇൻറ്റു എൽ ബൈ nπ. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇവിടെ 0 to l മൈനസ് ഇന്റഗ്രൽ എക്സിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആണ്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
cos of n pi by L x into L by n pi dx. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു 2 by L square by n pi എന്താണ് sin n pi by L x into 0 to L minus 2L by n pi. ഇവിടെ എന്തായി, ഒരുമിച്ച് കൊണ്ടുവന്നു n pi cos of n pi x by L 0 to L, 0 to L 2n pi by x ഇങ്ങോട്ട് ഒരുമിച്ച് കൊണ്ടുവന്നു. ഇനി മൈൻ അല്ലെ, പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ മൈനസും പ്ലസ് പ്ലസ് കോസിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ. അപ്പൊ അവിടെ എന്തുണ്ട്, ഓൾറെഡി എൽ ബൈ എൻ പൈ ഉണ്ട്. അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, കോസിന് സൈൻ ആയി. സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു എൽ ബൈ എൻ പൈ 0 to L ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ 2 by L. അപ്പർ ലിമിറ്റ് L എടുക്കുമ്പോൾ L into L square by n pi into sin n pi by L into L minus ഓഫ് 0 കൊടുത്താൽ എക്സിന് 0 കൊടുത്താൽ മൊത്തം 0 അല്ല, 0 into മൊത്തം 0 ആയി മാറും. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യേണ്ട, മൈനസ് 2L by n pi. ഇനി അപ്പർ ലിമിറ്റ് L കൊടുക്കുമ്പോൾ L into n pi cos n pi by L into L മൈനസ് ഓഫ്, ഇനി 0 കൊടുത്താൽ ഇതിനെന്തായി, എക്സിന് 0 കൊടുത്താൽ മൊത്തം എന്തായി 0. ഇനി പ്ലസ് L ഇൻറ്റു അല്ലെ, L ഇൻറ്റു പറഞ്ഞാൽ L സ്ക്വയർ, ഇവിടെ L സ്ക്വയർ, ഇവിടെ എന്തുകൂടി ഉണ്ട്, n സ്ക്വയർ പൈ സ്ക്വയർ ഉണ്ട്. ഇനി സൈൻ n പൈ ബൈ L ഇൻറ്റു L. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ L സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ ഇൻറ്റു 0. ഇവിടെ നോക്കുക, ഈ എല്ലും ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്തുണ്ടാവുള്ളൂ, സൈൻ n പൈ ആയി മാറും. അപ്പൊ 2 by L അങ്ങനെ എഴുതുമ്പോൾ L ക്യൂബ് ബൈ n പൈ സൈൻ n പൈ മൈനസ് 2L by n പൈ അല്ലെ, ഇവിടെ എന്തായി, L സ്ക്വയർ ബൈ n പൈ മൈനസ് മൈനസ് എന്തായി പ്ലസ് ആയി. ഇനി കോസ് n പൈ ആണ്, പിന്നെ 0 ആണ്, ഇവിടെ പ്ലസ് എന്തായി മാറി, ബ്രാക്കറ്റ് എങ്ങനെ വേണമെങ്കിൽ ഇടാം, ബ്രാക്കറ്റ് ഇട്ടു. അപ്പൊ മൈനസ് ഇവിടെ നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി പ്ലസ് ഇവിടെ എന്തായി, L സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ 0, ഇവിടെ സൈൻ 0 0. അപ്പൊ സൈൻ n പൈ ആൾവേസ് എന്താണ്, 0 ആണ്. അപ്പൊ എന്ത് കിട്ടും, 2 by L. ഇവിടെ ശ്രദ്ധിക്കണം, കുറെ വർക്കുകൾ ഉണ്ട് ചെയ്യാൻ, ഇതിനകത്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് നോക്കണേ. L ക്യൂബ് ബൈ n പൈ, പിന്നെ ഇവിടെ വരുന്നത് എന്താ, സൈൻ n പൈ ആണ്, അത് ആൾവേസ് 0. പ്ലസ് 2L by n പൈ ഇൻറ്റു L സ്ക്വയർ ബൈ n പൈ cos n പൈ, പിന്നെ സൈൻ n പൈ അഗെയിൻ 0 ആണ്. അപ്പൊ എന്തുള്ള ആക്ച്വലി 2 by L ഇൻറ്റു 2L by n പൈ ഇൻറ്റു L സ്ക്വയർ ബൈ n പൈ. അപ്പൊ ആര് വെട്ടിപ്പോവും, ഒരു L എന്ന് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എന്താവും, 2 to 4L സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ കോസ് n പൈ. കോസ് n പൈനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, നമുക്ക് -1/n. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഫൊറിയർ സീരീസിലെ കൊസൈൻ സീരീസ് എന്ന് പറയുമ്പോൾ f of x ഈക്വൽ ടു a0 by 2 summation n equal to 1 to infinity an cos of n pi x by L ആണ്. അപ്പൊ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ f of x ഈക്വൽ ടു 1 by 2, a0 എന്ന് പറയുമ്പോൾ 2L സ്ക്വയർ by 3 ആണ്. സമ്മേഷൻ n equal to 1 to infinity 4L സ്ക്വയർ by n സ്ക്വയർ പൈ സ്ക്വയർ minus 1/n cos n pi by L into x. 2 are not അല്ലെ, ഇവിടെ 2 ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, ഒരു
2/3 അല്ലെ? 2 ഈ 2 ക്യാൻസൽ ആയി പോയി. L²/3 പ്ലസ് 4 is a constant, pi square is a constant, L² is a constant. ഔട്ട്സൈഡ് ബാക്കി ആരേ ഉള്ളൂ? n equal to 1 to infinity minus 1 raised to n cos ഇവിടെ n² ഉണ്ട് by n² cos n pi by l into x. ഇതാണ് നമ്മളെ കൊസൈൻ സീരീസ് ആയി വരുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ ബി എന്തായി? കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ സി ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും.